പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ. യഹോവ അബ്രഹാമിനോട് അരുളിച്ചതെന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും രാജ്യക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഈ ദൈവവചന ഭാഗത്തും ചിന്തിക്കുകയും പഠിക്കുകയും അല്ലെങ്കിൽ നമ്മൾ ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് പകരം ആ ഭാഗത്ത് തന്നെ നാം ദൈവവചനം വായിക്കുകയാണ്. ഇവിടെ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, ഹല്ലേലൂയ, അനുസരണം നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കും. അനുസരണം അനുഗ്രഹത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അബ്രഹാമിൻ്റെ അനുസരണമാണ് തന്നെ ഹല്ലേലൂയ അനുഗ്രഹത്തിലേക്ക് നയിച്ചത്. യഹോവയായ ദൈവത്തെ പൂർണ്ണമായി അനുസരിച്ചപ്പോൾ ഹല്ലേലൂയ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി. അതുപോലെ തന്നെ പ്രിയരെ, ഇന്ന് പകലിൽ നാം ഈ ദൈവവചനം വായിച്ച് ധ്യാനിച്ച് നാം പ്രാർത്ഥിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ജമ്മു കാശ്മീരിലുള്ള സകല ജനങ്ങളും കർത്താവായ യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ ജമ്മു കാശ്മീരിലുള്ള മേലുള്ള ജനം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. മാത്രമല്ല ദൈവ സാന്നിധ്യം അവർക്ക് അനുഭവിക്കാനും കഴിയും. വളരെ പ്രശ്ന സങ്കീർണമായ ഒരു സ്ഥലമാണ് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത്. വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സ്ഥലമാണ്. തീവ്രവാദികൾ എപ്പോഴും നോട്ടമിട്ടിരിക്കുന്ന നമ്മുടെ ഇന്ത്യയുടെ വളരെ ഭൂപ്രകൃതി വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ജമ്മു കാശ്മീർ. ആ ജമ്മു കാശ്മീരിനെ ഓർത്താണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ആ ഭാഗത്തേക്ക് അവസാനം കടന്നു വരാം. ഇവിടെ നാം ദൈവത്തിൻ്റെ വചനം വായിച്ചത് അനുസരിക്കുമ്പോൾ അനുഗ്രഹത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. അതേപറ്റി നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഹല്ലേലൂയ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാന കാരണം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ ഹല്ലേലൂയ അബ്രഹാമിൽ കാണപ്പെട്ട അനുസരണമാണ്. ഹല്ലേലൂയ. അപ്പം നമ്മെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ നാം ദൈവത്തെ അനുസരിക്കുമ്പോഴാണ് നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കുന്നത്. അനുസരണമുള്ളവരുടെ മേലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പം ആരെല്ലാം ദൈവവചനത്തെ അനുസരിക്കുന്നു, ദൈവകൽപ്പന അനുസരിക്കുന്നു, വചനം അനുസരിക്കുന്നു, അവരെ ദൈവം ശ്രേഷ്ഠകരമായ അനുഭവത്തിലൂടെ കൊണ്ടുവരുമെന്നുള്ള യാഥാർത്ഥ്യം പഴയ നിയമ ഭക്തന്മാരിൽ കൂടെ നമുക്ക് പഠിക്കാൻ കഴിയും. പുതിയ നിയമത്തിൽ നാം കർത്താവായ യേശുക്രിസ്തുവിനെ അനുസരിക്കുമ്പോൾ ഹല്ലേലൂയ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയുടെ അനുഭവങ്ങളിലേക്ക് അനുസരണത്തിൻ്റെ അനുഭവം നമ്മളിൽ വരുമ്പോൾ അനുഗ്രഹത്തിൻ്റെ ആ സാഹചര്യത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും. അപ്പോൾ അനുസരണം നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ അനുസരണം എന്ന് പറയുന്നത് യഹോവയായി ദൈവത്തെ ആകർഷിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ വാക്ക് പൂർണ്ണമായി അനുസരിച്ചത് ഹല്ലേലൂയ ദൈവത്തിന് ഇഷ്ടമായി. കാരണം അബ്രഹാം തൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് കർത്താവ് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാൻ ഒരു കൽപ്പന വന്നപ്പോൾ, ഒരു ആലോചന വന്നപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ ദൈവവാക്ക് അനുസരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ദൈവത്തിൻ്റെ വാക്കുകളെ അനുസരിക്കുന്നെങ്കിൽ, വചനം അനുസരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരാജയങ്ങൾ വരത്തില്ല. എന്തുകൊണ്ടാണ് നാം പരാജയപ്പെടുന്നത്? പരാജയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് അനുസരണക്കേട് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പല വഴികളും നമ്മുടെ മുമ്പിൽ അടഞ്ഞു പോകും. ഹല്ലേലൂയ. ലോകപ്രകാരം നമ്മൾ നോക്കിയാലും നമ്മൾ ഈ അനുസരണമുള്ളവരോടാണ് ലോകത്തിലുള്ളവരും ലോകപ്രകാരവും മറ്റുള്ളവരും നമ്മെ ഇഷ്ടപ്പെടുന്നത്. അനുസരണമില്ലെങ്കിൽ നമ്മളെ ആരും നമ്മളെ ആരും ഉൾക്കൊള്ളാൻ തയ്യാറല്ല. ഹല്ലേലൂയ. അതേസമയത്ത് നമ്മൾ നല്ല അനുസരണത്തിൻ്റെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് പോലും നമ്മോട് താല്പര്യം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെ ആദ്യം ഹല്ലേലൂയ പലരും അവഗണിച്ചേക്കാം. ഹല്ലേലൂയ. പലരും പരിഹസിച്ചേക്കാം. ഹല്ലേലൂയ. പലരും നിങ്ങളെക്കുറിച്ച് പുച്ഛമായ വാക്കുകൾ പറഞ്ഞേക്കാം. നിങ്ങളെ വളരെ ആക്രമിച്ചേക്കാം. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ വളരെ പ്രതികൂലമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായാലും ഹല്ലേലൂയ നിങ്ങൾ ദൈവവാക്ക് കേട്ടത് അനുസരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ലോകം നിങ്ങളെ എത്ര താഴ്ത്തി കെട്ടിയാലും ഹല്ലേലൂയ കർത്താവ് നിങ്ങളെ മാനിച്ച് ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ,
നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാനുള്ള ദൈവിക സാന്നിധ്യം, ദൈവിക അഭിഷേകം ദൈവം നിങ്ങളുടെ മേൽ പകരും. പ്രൈസലോട് ഹല്ലേലൂയ. അപ്പം ഇവിടെ ദൈവത്തിൻ്റെ വചനം കാണുമ്പോൾ ഹല്ലേലൂയ, നിങ്ങൾ കർത്താവിൻ്റെ വാക്ക് അനുസരിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ഈ ലോക സ്നേഹ ബന്ധങ്ങളും ഈ ലോകമോഹങ്ങളും ഈ ലോകത്തിൻ്റെ ഉല്ലാസവും ലോകജ്ഞാനങ്ങളൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കാൻ കാരണമാകും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം നമ്മൾ കർത്താവിൻ്റെ വചനത്തെ നമ്മൾ അനുസരിക്കുമ്പോൾ ഹല്ലേലൂയ, ഈ ലോകത്തിൻ്റെ സ്നേഹബന്ധങ്ങളൊക്കെ അതിൽ നമ്മിൽ നിന്ന് മാറ്റാൻ തുടങ്ങും. അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ മോഹങ്ങളിലൊക്കെ നമ്മൾ ഒഴിയാൻ തുടങ്ങും. സ്തോത്രം. ഈ ലോകത്തിൻ്റെ ജ്ഞാനവും ഈ ലോകത്തിൻ്റെ വശീകരണ ശക്തിക്കകത്തും നമ്മൾ മാറി നമ്മൾ ദൈവത്തെ അനുഗമിക്കുന്നവരായി മാറും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ ഈ ലോകത്തിൻ്റെതായ സകല ചിന്തകളും വെടിഞ്ഞ് നാം ദൈവത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കുമ്പോഴാണ് ഹല്ലേലൂയ, കർത്താവിനെ പൂർണ്ണമായി അനുസരിക്കുമ്പോഴാണ് ഹല്ലേലൂയ ദൈവം നമ്മെ നടത്തുവാൻ തുടങ്ങുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ അനുസരിച്ച് അവനെ അനുഗമിക്കണം. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള അനുഗ്രഹം നാം പ്രാപിക്കാൻ കഴിയണം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിനെ നാം അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ അല്ലെങ്കിൽ നാം കർത്താവായ യേശുക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് അനുസരിച്ച് അനുഗമിക്കണം. ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തുവിനെ അനുസരിച്ച് അനുഗമിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം നിങ്ങൾ ഉൾക്കൊള്ളുന്നെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല. സ്തോത്രം. നിങ്ങളുടെ താഴ്ചയിൽ നിങ്ങളെ ഉയർത്തുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അത് യേശു കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. നമ്മുടെ വാക്സാമർത്ഥ്യം കൊണ്ട്, നമ്മുടെ കഴിവുകൊണ്ടും, നമ്മുടെ ഈ ലോകത്തിൻ്റെ ഹല്ലേലൂയ നമ്മുടെ അധികാര സ്ഥാന മോഹ അങ്ങനെ ആ അനുഭവത്തോട് നമ്മൾ കടന്നു പോയാൽ അതൊക്കെ പക്ഷേ നമ്മെ പരാജയത്തിലേക്ക് കൊണ്ടുവന്നേക്കാം. പക്ഷേ ദൈവകൽപ്പന പ്രമാണം അനുസരിക്കുന്നവൻ ഹല്ലേലൂയ അവർ ഒരിക്കലും പരാജയപ്പെടുന്നില്ല. അവരെ ദൈവം ഓരോ ദിവസവും നാം ഉയർത്തുകയാണ്. സ്തോത്രം. അതുതന്നെയാണ് ഇവിടെ അബ്രഹാമിന് സംഭവിച്ചു എന്ന് പറയുന്നത്. മകളെ, മാനകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി കർത്താവായ യേശുക്രിസ്തു പിതാവിൻ്റെ വാക്ക് അനുസരിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ഫിലിപ്പിലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. ഫിലിപ്പിലേഖനം 2-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്ക് അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു പിതാവിൻ്റെ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രിയരെ, കർത്താവായ യേശുക്രിസ്തുവിൽ നാം കാണുന്ന അനുസരണമാണ് ഈ കാലഘട്ടത്തിൽ സകല ദൈവമക്കളിലും വേണ്ടിയത്, സകല ജനത്തിലും വേണ്ടിയത്. അത് ലോകത്തിൻ്റെ ഇഷ്ടപ്രകാരം പോകുമ്പോൾ, ലോകത്തിൻ്റെതായ വശീകരണത്തിലൂടെ ഹല്ലേലൂയ മനുഷ്യനെ ചതിച്ചുകൊണ്ടിരിക്കുമ്പോൾ, സാത്താൻ പലവിധമായ തന്ത്രങ്ങളുമായി നിങ്ങളുടെ അടുത്ത് കൂടുമ്പോൾ നിങ്ങൾ അതിലേക്ക് വഴുതി വീണ് പോകാതെ സ്തോത്രം രക്തം ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിൽ ഉണ്ടായ അനുസരണം പോലെ നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നെങ്കിൽ, യേശുക്രിസ്തുവിനെ അനുസരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ദൈവം പുതിയ വെളിപ്പാടുകളും പുതിയ ദർശനങ്ങളും അല്ലെങ്കിൽ പുതിയ നന്മകളും ഒക്കെ തന്ന് നിങ്ങളുടെ പാതയെ ദൈവം നേരെയാക്കും. ഹല്ലേലൂയ. അപ്പം അനുസരിച്ചാൽ അനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അനുസരണം നമ്മെ അനുഗ്രഹത്തിലേക്ക് നയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് കാണുന്നത്, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടു പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് ദൈവം ഹല്ലേലൂയ അബ്രഹാമിനോട് പറയുമ്പോൾ ഹല്ലേലൂയ അബ്രഹാമിലൂടെ ഒരു വേർപെട്ട ജീവിതം ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു വേർപാടുണ്ട് അവിടെ. അതേപോലെ നിങ്ങൾ ഈ ലോകത്തിൽ നിന്നൊരു വേർപാട് പാലിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അബ്രഹാം ഒരുപക്ഷെ ദൈവവാക്ക് കേട്ട് അത് അനുസരിക്കാതിരുന്നിരുന്നെങ്കിൽ ഹല്ലേലൂയ അബ്രഹാമിൻ്റെ ജീവിതം നാം ഇന്ന് കാണുന്ന അനുഭവമായിരിക്കണമെന്നില്ല. എന്നാൽ ദൈവവാക്ക് കേട്ട് അനുസരിച്ച് കഴിഞ്ഞപ്പോൾ ദേശത്തെ ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടുകഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിനകത്തൊരു വേർപാടിൻ്റെ അനുഭവങ്ങൾ കടന്നു വരികയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഈ ലോകത്തു നിന്നൊരു വേർപാട് ആവശ്യമാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതാണ് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത്. അപ്പം അബ്രഹാമിൽ കണ്ട ആ വേർപാടിൻ്റെ അനുഭവം, വേർപെട്ട ജീവിതത്തിൻ്റെ ഒരു അനുഭവം, അത് ദൈവത്തിന് പ്രസാദകരമായി. കാരണം അവൻ ഒരിക്കലും അന്യജാതിക്കാരുടെ ഹല്ലേലൂയ പാരമ്പര്യ സ്വഭാവങ്ങൾ ആഗ്രഹിക്കാതെ അവയെല്ലാം അവന് അറപ്പുള്ളതാക്കി മാറിക്കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ ദൈവഹിതമല്ലാത്ത പദ്ധതികളിലൊക്കെ അബ്രഹാം മാറിക്കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ അബ്രഹാമിനെ പിന്നെ നടത്തുന്നത് ദൈവമാണ്. യഹോവയായ ദൈവമാണ്. ഹല്ലേലൂയ.
അതുപോലെ തന്നെയാണ് പറയുന്നത്, ഈ കാലഘട്ടത്തിലും ദൈവഹിതമല്ലാത്ത ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് നാം പിന്തിരിയുമ്പോൾ, വചനത്തിന് വിരുദ്ധമായ സാഹചര്യങ്ങൾ നാം പിന്തിരിയുമ്പോൾ, ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ നിന്നും വശീകരണത്തിൽ നാം പിന്തിരിഞ്ഞ് മാറുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നമ്മെ നേർവഴിയിലേക്ക് നടത്തുവാൻ കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത എല്ലാ കാര്യങ്ങളെയും നമ്മൾ നീക്കിക്കളയണം. സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത സകല കാര്യങ്ങളെയും നാം നീക്കിക്കളയുമ്പോഴാണ്, ഹല്ലേലൂയ, സ്തോത്രം, നന്മയുടെ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുകയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ആ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് തന്നെ മടങ്ങി വരുവാൻ കഴിയട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിൻ്റെ വാക്ക് നാം എപ്പോഴും അനുസരിക്കുന്നവരായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വാക്ക് നാം എപ്പോഴും അനുസരിക്കുന്നവരും അതിനെ അനുസരിച്ച് നടക്കുന്നവരും അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നാം വെളിപ്പെടുത്തുന്നവരുമായിരിക്കണം. ഹല്ലേലൂയ. നമുക്കറിയാം, അപ്പോസ്തലന്മാരുടെ ജീവിത കാലഘട്ടങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ, ആദിമസഭയുടെ അനുഭവങ്ങളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ, ഹല്ലേലൂയ, നമുക്ക് മുമ്പുണ്ടായിരുന്ന അനവധി ഭക്തന്മാരായിരിക്കുന്ന സഭയുടെ പിതാക്കന്മാരെയൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അവരൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുസരിച്ചത് കൊണ്ട്, യേശു ക്രിസ്തുവിനെ അനുസരിക്കുകയും അനുഗമിക്കുകയും ചെയ്തുകൊണ്ട് പിന്നത്തേതിൽ അവരുടെ തലമുറകളൊക്കെ അനുഗ്രഹിക്കപ്പെടാൻ കാരണമായി. ഹല്ലേലൂയ. അത് സ്നേഹിക്കുന്നത്, ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഹല്ലേലൂയ. കർത്താവിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ചിലർക്ക് വലിയ ഭാരമായിട്ടാണ് തോന്നുന്നത്. അങ്ങനെയൊന്നുമില്ല. കർത്താവിനെ അനുസരിക്കുക എന്നത് നമുക്കൊരു ഭാരമായി തോന്നരുത്. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെ സമർപ്പിച്ചു കൊടുക്കണം. അതുതന്നെയാണ് നാം ദൈവത്തിലൂടെ കണ്ടതും കാണുകയും ചെയ്യുന്നത്. യേശു ക്രിസ്തുവിനെ അനുസരിക്കുവാൻ കഴിയണം. ഇവിടെ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന മത്തായിയുടെ സുവിശേഷം, ഹല്ലേലൂയ, 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. 11-ാം അധ്യായത്തിൽ 30-ാമത്തെ വാക്യത്തിലേക്ക് വരും കാണുന്നുണ്ട്, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നതാണ്. യേശു പറയാണ്, അല്ലെങ്കിൽ സ്തോത്രം, എൻ്റെ നുകം മൃദുവാണ്, എൻ്റെ ചുമട് ലഘുവുമാണ്. അത് കർത്താവിനെ അനുസരിക്കുക എന്ന് പറയുന്നത് വലിയ ഭാരമുള്ള കാര്യമല്ല എന്നാണ് ദൈവവചനം പറയുന്നത്. അപ്പം നമ്മൾ യേശു ക്രിസ്തുവിനെ അനുസരിക്കുവാൻ തയ്യാറാകണം, വചനം അനുസരിക്കുവാൻ തയ്യാറാകണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിനകത്ത് അല്ലെങ്കിൽ നമുക്ക് ആനന്ദം കണ്ടെത്താൻ കഴിയുള്ളൂ. സ്തോത്രം. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം പ്രീതി, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അന്ന് വരെ അനുഭവിക്കാത്ത ആനന്ദം കണ്ടെത്തിയത്, അനുഗ്രഹം കണ്ടെത്തിയത്, സമാധാനം കണ്ടെത്തിയത്, അല്ലെങ്കിൽ താൻ യഹോവയായി ദൈവത്തെ അനുസരിച്ച് തൻ്റെ പിതൃഭവനത്തെയും ദേശത്തെയും വിട്ട് താൻ പുറപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ ചിലപ്പോൾ അനുഗ്രഹങ്ങളെ പ്രാപിക്കണമെങ്കിൽ, സ്തോത്രം, ചിലതിനെയൊക്കെ നാം വിട്ട് കളയേണ്ടി വരും. ചിലതിനെയൊക്കെ വിട്ട് കളയണം. ചിലതിനെയൊക്കെ നാം വിട്ട് കളയാൻ തുടങ്ങുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് നന്മയുടെ വാതിലുകൾ തുറക്കുന്നത്. അപ്പം ദൈവവചനം പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, വേർപാടുള്ള ജീവിതം ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവഹിതമല്ലാത്ത കാര്യങ്ങളൊക്കെ നീക്കിക്കളഞ്ഞ് ദൈവവാക്കനുസരിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിൻ്റെ വാക്കും പ്രകാരം ഞാൻ നിങ്ങളും ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ രക്തം ചെയ്യാം. ഹല്ലേലൂയ. സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെ ദൈവം നമ്മുടെ മേൽ പകരാൻ തുടങ്ങും. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അനവധി പ്രതിസന്ധികൾ കാണാം, ഒരുപാട് പരാജയങ്ങൾ കാണാം, ഒരുപാട് പ്രതികൂലങ്ങൾ കാണാം. ആഗ്രഹിച്ച അളവിൽ നിങ്ങൾക്ക് വളരുവാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. ഒരുപക്ഷെ ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ കണ്ടെന്ന് വരത്തില്ല. പക്ഷേ നിങ്ങൾ ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ നിങ്ങൾ അനുസരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ അനുഭവിക്കാത്ത ദൈവികമായ പ്രവർത്തികൾ ദൈവം അയക്കാൻ വിശ്വസ്തനാണ്. രക്തം ചെയ്യും. വിശ്വസിക്കുന്നവർ ആ കരങ്ങളൊക്കെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ അനുസരണം എന്താണ്? അല്ലെങ്കിൽ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ടാണ് സ്തോത്രം, നമുക്ക് വചനം വായിക്കുമ്പോൾ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് കാണുന്നുണ്ട്. ഹല്ലേലൂയ. അനുസരിക്കുന്നവർക്കുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 തൊട്ട് 14 വരെ വാക്യങ്ങൾ അവിടെ രേഖപ്പെടുത്തുന്ന. സ്തോത്രം. ഇവിടെ ദൈവം പറഞ്ഞു, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ച് നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതരാക്കുവാനാണ്. ഹല്ലേലൂയ. അപ്പം ദൈവമായി കർത്താവ് പറഞ്ഞ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് നടക്കുമ്പോഴാണ് ഭൂമിയിലുള്ള സകല ജാതികളെക്കാൾ ഉന്നതമായ നിലയിലേക്ക് കൊണ്ടുവരുമെന്ന് നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച്, യഹോവയായി ദൈവം നമുക്ക് പകരുവാൻ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് കർത്താവിനെ അനുസരിക്കുവാൻ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുന്നോ? ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത്, ഈ വേദപുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ നന്മകളും ദൈവം തരുവാൻ കാരണമാകും. നമുക്കറിയാം, കഴിഞ്ഞ 2018, 19, 20, 21 കാലഘട്ടം എന്നൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ പ്രതീക്ഷകളൊക്കെ തകർന്ന കാലഘട്ടമാണ്. മനുഷ്യന് ഒരുപാട് കണക്കുകൂട്ടലുകളുണ്ടായിരുന്നു, ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, ഒരുപാട് പദ്ധതികളുണ്ടായിരുന്നു. മനുഷ്യൻ പലതും ജീവിതത്തിൽ തീരുമാനിച്ചു
ഉറപ്പിച്ച നാളുകളായിരുന്നു. പക്ഷേ എല്ലാം 2018 പ്രളയം കൊണ്ട് നഷ്ടപ്പെട്ടു. 2019 പ്രളയം വരുന്നു. 2020 വന്നു കഴിഞ്ഞപ്പോൾ ഈ കൊറോണയും അതുപോലെ നിപ്പ വൈറസും ഒക്കെ വന്നു. 2021 വന്നപ്പോൾ ആ കൊറോണ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഈ പ്രളയം. ഹല്ലേലൂയ. അപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്താണ്? എല്ലാം പരാജയങ്ങൾ വരുന്നു. നാം കാണുന്ന പ്രതിസന്ധികളെല്ലാം നമ്മെ തകർത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം പറയുന്ന സ്തോത്രം, ദൈവത്തിൻ്റെ വാക്ക് നിങ്ങൾ അനുസരിക്കുന്നെങ്കിൽ ഈ പരാജയത്തിൻ്റെ നടുവിലാണ് ദൈവം നിങ്ങളെ ഉയർത്തുന്നത്. സ്തോത്രം. അതേ, ലോകം എത്രമാത്രം അന്ധകാരത്തിലൂടെ കടന്നുപോയാലും, എത്രമാത്രം പരാജയത്തിലൂടെ കടന്നുപോയാലും, എത്രമാത്രം പ്രളയ ഭീഷണി ഇവിടെ ഉണ്ടെങ്കിലും, കൊറോണ എന്ന് പറയുന്ന മഹാമാരി ഇവിടെ നിൽക്കുമ്പോഴും നിങ്ങൾ ദൈവത്തെ അനുസരിക്കുന്നെങ്കിൽ അതിൻ്റെ നടുവിൽ നിങ്ങളെ മാനിച്ചുയർത്തുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്നാണ് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ പറയുന്നത്. അപ്പം വചനത്തിലേക്ക് വരുവാൻ കഴിയണം. അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താണ്? ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു കത്തദാസൻ പറഞ്ഞു, ഇനി ഭാഷ ഒരു അനുഗ്രഹമൊന്നും കിട്ടത്തില്ല. കാരണം 2018 19 20 ഒക്കെ നമ്മൾ കണ്ടില്ലേ, 21 ഒരു മാറ്റം വന്നില്ല. ഇനി എന്നും ഒരു അനുഗ്രഹം കിട്ടാൻ, എന്തും നമ്മൾ നന്മയിലേക്ക് വരാനാ. ഞാൻ ആ ദൈവദാസനോട് പറയാൻ കാരണമായി, നാം അങ്ങനെയൊക്കെ ചിന്തിച്ച് ദൈവത്തെ സംശയിക്കേണ്ട. ദൈവം എല്ലാ കാലഘട്ടത്തിലും വിശ്വസന. ഈ താഴ്ചയുടെ ഈ പരാജയത്തിൻ്റെ ഈ കഷ്ടതയുടെ നടുവിലാണ് ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നമ്മുടെ മുമ്പിൽ ഇങ്ങനെയുള്ള ചില ചോദ്യചിഹ്നങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലൂയ, നമ്മുടെ ചുറ്റുവട്ടത്തെ നോക്കിയിട്ട് നാം പരാജയപ്പെട്ടു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സാഹചര്യങ്ങളെ നോക്കി നാം സംസാരിക്കരുത്. നമ്മുടെ ദേശത്തെ നോക്കി നാം സംസാരിക്കരുത്. നമ്മുടെ നടക്കുന്ന സംഭവങ്ങളെ കണ്ട് നാം സംസാരിക്കരുത്. ദൈവവചനം എന്ത് പറയുന്നു നമ്മൾ ചിന്തിക്കണം. ഹല്ലേലൂയ. അത് താഴ്ചയിൽ നമ്മെ ഉയർത്തുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. താഴ്ചയിൽ നമ്മെ ഉയർത്തിയ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവിനെ നമ്മൾ അനുസരിക്കുകയും അനുഗമിക്കുകയും ചെയ്യേണ്ടത്. അതേപോലെ സംഭവങ്ങൾ എന്ത് നടക്കട്ടെ, പ്രതിസന്ധികൾ എന്ത് നടക്കട്ടെ, പ്രതികൂലങ്ങൾ എന്ത് നടക്കട്ടെ, നിങ്ങൾക്ക് അനുഗ്രഹം ആവശ്യമാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ വചനമനുസരിക്കണം. ഹല്ലേലൂയ. ലോകം മുഴുവൻ ഇടിഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനകത്ത് പരാജിതരായി മാറി. നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. ഇവിടെ എന്തെല്ലാം സംഭവിച്ചാലും നിങ്ങൾ കൽപ്പന പ്രമാണിക്കുന്ന വ്യക്തിയാണെങ്കിൽ, കർത്താവിനെ അനുഗമിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതിനകത്തൊരു അനുഗ്രഹമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുതന്നെയാണ് ഭക്തനായിരിക്കുന്ന അബ്രഹാമിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. തൻ്റെ ജീവിതത്തിനകത്ത് വന്ന വലിയ വ്യതിയാനം, വലിയൊരു മാറ്റം, ദൈവത്തിൻ്റെ വാക്ക് കേട്ടത് അനുസരിച്ച് കഴിഞ്ഞപ്പോൾ അന്നുവരെ തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്തൊരു സമാധാനമാണ് അബ്രഹാം എന്ന് പറയുന്ന മനുഷ്യൻ അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, സ്തോത്രം. ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനത്തോടെയും പറയട്ടെ, സ്തോത്രം. നിങ്ങൾ ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്നെങ്കിൽ, ദൈവത്തിനും അനുസരിക്കും, പ്രമാണങ്ങൾ അനുസരിക്കുന്നെങ്കിൽ, കർത്താവായ യേശുക്രിസ്തു നിങ്ങൾ അനുഗമിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ദൈവികമായ സമാധാനവും ദൈവികമായ നന്മയും ദൈവികമായ അനുഗ്രഹവും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുത്തരും. ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങ് ഓടി അലഞ്ഞ് നടക്കേണ്ട, സ്തോത്രം, നിങ്ങൾ ചിലതൊക്കെ തേടിയെത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? നിങ്ങളൊരു നല്ല ഭാവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ ഇന്ന് പകൽ വചനം അനുസരിക്കാൻ തയ്യാറായാൽ ഈ കഷ്ടതയുടെ നടുവിൽ നിങ്ങളെ മാനിക്കും ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. കാരണം കഷ്ടകാലത്ത് ദൈവം നമുക്കൊരു അഭയ സ്ഥാനമാണെന്നാണ് ദൈവത്തിൻ്റെ വചനമൊക്കെ രേഖപ്പെടുത്തുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. ആവർത്തന പുസ്തകത്തിനകത്ത് പറയുന്ന 28-ാം അധ്യായം 1 തൊട്ട് 14 വരെ പറയുന്ന അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ മേൽ പകരുവാൻ ദൈവത്തിന് ആഗ്രഹം, ദൈവത്തിനത് കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ സ്വഭാവം ദൈവം നോക്കുമെന്നുള്ളതാണ്. സ്തോത്രം. നിങ്ങളുടെ സ്വഭാവം എങ്ങനെയാണ്? നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് കർത്താവ് നോക്കുക തന്നെ ചെയ്യും. നിങ്ങളായാലും ഞാനായാലും നമ്മുടെ സ്വഭാവത്തെ ദൈവം പഠിക്കും. ഹല്ലേലൂയ. അപ്പം നമ്മുടെ സ്വഭാവത്തിൻ്റെ ഗുണങ്ങൾ ദൈവം മനസ്സിലാക്കി അത് ദൈവ വചനപ്രകാരമാണോ, ദൈവ ഇഷ്ടമാണോ എന്ന് ദൈവം നമ്മെ ശോധന ചെയ്യും. അത് ചില ശോധനകളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് നിങ്ങളെ തകർക്കുവാനല്ല, അത് ചില കഷ്ടതകൾ കടന്നു വരുന്നത് നിങ്ങളെ തകർക്കുവാനല്ല. അബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവം അബ്രഹാമിനെ നടത്തുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരു ക്ഷാമം വന്നു. ആ ക്ഷാമം അബ്രഹാമിനെ തകർക്കുവാനല്ല, അബ്രഹാമിനെ അനുഗ്രഹത്തിലേക്ക് നടത്തുവാനാണ്.
ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടത നിങ്ങളെ തകർക്കുവാനല്ല, നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനല്ല, നിങ്ങളുടെ ശാരീരികമായ രോഗങ്ങൾ നിങ്ങളെ മരണത്തിലേക്ക് നയിക്കാനല്ല, അതിനകത്തോടൊരു ദൈവിക പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. സ്തോത്രം. വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പം കർത്താവിന് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ കഴിയും, ചില നന്മകൾ തന്ന് നിറയ്ക്കാൻ കഴിയും. ഹല്ലേലൂയ. ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാതെ, ചില വിഷയങ്ങൾക്ക് വേണ്ടി ഉപവസിച്ചിട്ടും മറുപടിയില്ലാതെ ഇന്നും അത് നടക്കുമോ എന്നുള്ള ചില അവിശ്വാസത്തിൻ്റെ വാക്കുകൾ മുമ്പിലിട്ട് പിശാചുകളെ തകർക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിൻ്റെ നടുവിൽ പരിശുദ്ധാത്മാവ് രാവിലെ ശക്തമായിട്ട് നിങ്ങൾ ഇടപെടുന്നത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിൽക്കുന്ന അവിശ്വാസത്തിൻ്റെ വാക്കുകൾ കളഞ്ഞിട്ട് നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ച വിഷയത്തിൽ ഇന്ന് പകലൊരു മറുപടി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ കരങ്ങൾ തട്ടി സ്തോത്രം ചെയ്തേ ദൈവം അനുഗ്രഹത്തെ നൽകാൻ പോവുകയാണ്. റേസരോട് പരാജയങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന്. അതിന് ഇവിടെ നടക്കുന്ന ഈ പ്രളയമായാലും അല്ലെങ്കിൽ ഈ കൊറോണ മഹാമാരി ആയാലും അനുഗ്രഹത്തിനൊരു തടസ്സമല്ല. വിശ്വസിക്കുന്ന ഭക്തന്മാർക്ക് ദൈവം അത് വെളിപ്പെടുത്തും. ഹല്ലേലൂയ. അതൊക്കെ തന്നെയാണ് ദൈവത്തിന് നമ്മെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് പ്രീതി, നമുക്ക് ദൈവത്തിൻ്റെ വചനത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അനുസരണം എന്ന് പറയുന്നത് ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. നല്ല സ്വഭാവം എന്നൊക്കെ പറയുന്നത് ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരുത്തരം സ്വഭാവം കൊണ്ട് ഒരാളെ മനസ്സിലാക്കിയെടുക്കാമെന്ന് പഴമക്കാരൊക്കെ പറയാറുണ്ട്. അല്ലെങ്കിൽ അതേപോലെ സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ പലരിൽ നിന്ന് കേട്ട് പഠിച്ചിട്ടുമുണ്ട്. അല്ലെങ്കിൽ ആ കാര്യം നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മുടെ അനുസരണത്തെക്കുറിച്ച് ബോധ്യമാകുന്നു. അത് ഒരു പക്ഷേ നല്ലൊരു അഭിപ്രായമാണ്, നല്ലൊരു കാര്യം തന്നെയാണ്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് 1 ശമൂവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ശമൂവേൽ പറഞ്ഞത് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഈ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? അപ്പോൾ യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? അപ്പോൾ അനുസരണം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണം, ദൈവത്തിൻ്റെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കാതെ എന്തെല്ലാം യാഗങ്ങൾ നടത്തിയാലും, എന്തെല്ലാം യാഗങ്ങൾ കഴിച്ചാലും, എന്തെല്ലാം പ്രാർത്ഥന നടത്തിയാലും അത് ദൈവത്തിന് പ്രസാദമല്ല. അല്ലെങ്കിൽ അപ്പം നമ്മൾ കൽപ്പന അനുസരിച്ചിട്ടാണെങ്കിൽ, പ്രമാണം അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും മറുപടി വെളിപ്പെടും. അല്ലെങ്കിൽ അവിടെ ദൈവത്തിന് വചനം പറയും സ്തോത്രം. അല്ലെങ്കിൽ യഹോവയുടെ കൽപ്പന അനുസരിക്കുന്ന പോലെ ഹോമയാഗങ്ങൾ ഹനനയാഗങ്ങൾ യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഹല്ലേലൂയ. അപ്പം ദൈവം അവിടെ പറയുന്നത് എന്താണ്? അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാര ദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയും ആകുന്നു എന്നാണ്. ഹല്ലേലൂയ. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞത് കൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നുവെന്ന് ശമൂവേലിനോട് ശമൂവേൽ പറയുന്നൊരു ഭാഗമാണ്. ഹല്ലേലൂയ. സ്തോത്രം. അതേപോലെ നമ്മൾ ദൈവത്തെ അനുസരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ ഈ തലമുറയിൽ പ്രിയരെ കർത്താവായ യേശുക്രിസ്തുവിനെ നിങ്ങൾ അനുസരിക്കണം. ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ ജീവിതത്തിൽ എത്ര ഉന്നതനായിരുന്നാലും, എത്ര സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്ന വ്യക്തിയായാലും, ഏത് ഉന്നതമായ പദവിയിൽ നിങ്ങൾ ഇരിക്കുന്ന വ്യക്തിയായാലും, നിങ്ങൾ കർത്താവിനെ അനുസരിക്കുന്നില്ലെങ്കിൽ അത് പരാജയം തന്നെയാണ്. ഹല്ലേലൂയ. കർത്താവിനെ നിങ്ങൾ അനുസരിക്കുകയാണെങ്കിൽ അത് വിജയവുമാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയട്ടെ. ഇവിടെ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ അബ്രഹാമിൻ്റെ അനുസരണം കാണുമ്പോൾ ഹല്ലേലൂയ നമുക്ക് വലിയ ആശ്ചര്യമൊക്കെ തോന്നും. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ്? കർത്താവിൻ്റെ വാക്കനുസരിച്ച് തൻ്റെ ജനത്തെയും ചാർച്ചക്കാരെയും സ്വന്തം അപ്പൻ്റെ ഭവനമൊക്കെ ഉപേക്ഷിച്ച് താൻ പുറപ്പെട്ടു പോരുമ്പോൾ തനിക്ക് 75 വയസ്സുണ്ട്. ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ വാക്ക് കേട്ട് അബ്രഹാം ഇറങ്ങി പുറപ്പെടുന്ന സമയം ഒരു 75 വയസ്സാണ്. ഒരു യൗവനത്തിലാണ് അത് ഈ ദൈവവാക്കിട്ട് ഇറങ്ങി പുറപ്പെടുന്നെങ്കിൽ തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന സമയങ്ങളുണ്ട്. പക്ഷേ തൻ്റെ 75-ാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ വളരെ പ്രായമേറിയ സമയമാണ്. ആ സമയത്ത് ദൈവവാക്കിട്ട് ഇറങ്ങി പുറപ്പെട്ടാൽ മുമ്പോട്ട് എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും, എങ്ങനെ നടക്കും, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് ഉടുക്കും എന്നൊക്കെ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്ത വന്നിരുന്നെങ്കിൽ ഹല്ലേലൂയ പ്രിയരെ അബ്രഹാമിൻ്റെ ജീവിതം പരാജയപ്പെട്ടു പോയേനെ. പക്ഷേ അബ്രഹാമിൻ്റെ യൗവനത്തിൽ അല്ല ദൈവം വിളിച്ചത്. അബ്രഹാമിന് വയസ്സ് 75 ഉള്ളപ്പോഴാണ്. വയസ്സ് 75 ഉള്ളപ്പോഴും അബ്രഹാമിനെ വിളിച്ച ദൈവത്തെ അനുസരിച്ച് ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ട് ആ അനുസരണം അനുഗ്രഹത്തിലേക്ക് നയിക്കപ്പെട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത് പകൽ ഞാൻ ദൈവത്തിൻ്റെ വചനം പറയട്ടെ, നിങ്ങളുടെ പ്രായത്തിലല്ല ഹല്ലേലൂയ ദൈവം കണക്കിടുന്നത്, നിങ്ങൾ
നിങ്ങളുടെ പ്രായം എത്ര കൂടിയ വ്യക്തിയായാലും എത്രമാത്രം നിങ്ങൾക്ക് പ്രായമുണ്ടെങ്കിലും ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന സമയം, ഹല്ലേലൂയ, ദൈവശബ്ദം കേൾക്കുന്ന സമയം നിങ്ങൾ അനുസരിക്കുന്നെങ്കിൽ, ഹല്ലേലൂയ, പ്രമാണം അനുസരിക്കുന്നെങ്കിൽ അവിടുന്ന് തുടങ്ങി അങ്ങോട്ട് അനുഗ്രഹങ്ങൾ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രക്തം ചെയ്യാം വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ പേരിൽ സ്തോത്രം ചെയ്യാൻ കഴിയുമോ? ഇന്ന് പകൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ദൈവം നിങ്ങളുടെ സ്ഥിതി മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റാൻ പോവുകയാണ്. കണ്ണുനീര് മാറ്റാൻ പോവുകയാണ്. സങ്കടങ്ങൾ മാറ്റാൻ പോവുകയാണ്. രോഗത്തെ ദൈവം മാറ്റാൻ പോവുകയാണ്. നിന്റെ കഷ്ടതയെ ദൈവം മാറ്റാൻ പോവുകയാണ്. നിന്റെ ബന്ധനങ്ങളെ ദൈവം അഴിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നിന്റെ അന്യമായ ശക്തികളെ ദൈവം നീക്കി നിന്നെ അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരികയാണ്. സ്തോത്രം, ഹല്ലേലൂയ. നിനക്ക് ലഭിക്കേണ്ട നന്മകളൊക്കെ തടഞ്ഞു വെച്ച് തരികയില്ലെന്ന് വാതുകെട്ടി അവകാശം പറഞ്ഞ് നിന്റെ നന്മ നീ മേടിച്ചു എന്ന് നിന്നോട് വെല്ലുവിളിച്ച് നിൽക്കുന്ന വ്യക്തി, നിനക്കുള്ള നന്മകളൊക്കെ തരാതെ കൈപ്പിടി ഒതുക്കി വെച്ചിരിക്കുന്ന ചില സാഹചര്യങ്ങൾ, അങ്ങനെ കടന്നു പോകുന്ന ചില ജീവിതങ്ങളുടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ ശക്തമായിട്ട് ഇടപെടുന്നത്, ആരെല്ലാം നിന്റെ നന്മകൾ കയ്യിൽ ഒതുക്കി വെച്ചിട്ടുണ്ടോ അതിനെ ഈ നാളുകളിൽ ദൈവം നിന്റെ കരങ്ങളിൽ തിരിച്ചേൽപ്പിക്കാൻ പോവുകയാണ്. സ്തോത്രം. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട്, വിശ്വസിക്കുന്ന കരങ്ങളൊക്കെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്, ഹല്ലേലൂയ. അതെ, ജീവിതം മുമ്പോട്ട് വിടുകയില്ലെന്ന് പിശാച് പറയും. ഹല്ലേലൂയ. നിന്റെ നന്മകളൊന്നും കിട്ടത്തില്ലെന്ന് പിശാച് പറയും. പക്ഷേ ദൈവം പറയാണ്, അതെല്ലാം ഞാൻ നിനക്ക് തരും. ഹല്ലേലൂയ. നീ എൻ്റെ വചനം അനുസരിച്ചാൽ മതി. അതേപോലെ ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു ഭാരമുള്ള ജോലിയല്ല. ഹല്ലേലൂയ. നാം ഭാരമുള്ള ജോലിയല്ല, നാം ദൈവത്തെ അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെ അനുസരിക്കുന്നത് ഒരു ഭാരമുള്ള ജോലിയല്ല എന്ന് കർത്താവ് പറയാൻ കാരണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം നമുക്ക് ദൈവത്തിൻ്റെ വചനത്തേക്ക് വരട്ടെ. കാരണം ദൈവത്തിൻ്റെ നുകം മൃദുവും അവൻ്റെ ചുമട് ലഘുവാണെന്നാണ് നമ്മൾ മുമ്പ് ആവർത്തിച്ചു. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ ദൈവവചനത്തെ അനുസരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ തുരത്തി ഓടിക്കുവാനുള്ള ആത്മാവിൻ്റെ അഭിഷേകം ദൈവം നിങ്ങളെ പകരും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവവചനത്തെ അനുസരിച്ചാൽ മതി. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ശത്രു എത്ര പ്രബലനായിരുന്നാലും, അവൻ എത്ര ശക്തനായിരുന്നാലും, എത്ര പരാക്രമശാലിയായിരുന്നാലും, അവൻ എത്ര വലിയ ശക്തിയായിരുന്നാലും, ദൈവം നിങ്ങളുടെ മേലെ അഭിഷേകത്തെ പകർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന പ്രതികൂലങ്ങൾ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കും. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ സ്തോത്രം, ഹല്ലേലൂയ, ചിലതൊക്കെ നിങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്നുണ്ട്. അതിന് ഈ ദിവസങ്ങൾ ദൈവം സന്ദർശിക്കാൻ പോവുകയാണ്. അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ മുട്ടുമടക്കാൻ പോവുകയാണ്. നിന്നെ തള്ളിക്കളഞ്ഞവർ, ഹല്ലേലൂയ, നിന്നെ വേണ്ടെന്ന് പറഞ്ഞവർ, ഹല്ലേലൂയ, നിന്റെ മുഖത്ത് നോക്കി നിന്ദിച്ച് പറഞ്ഞവർ, നിന്റെ മുഖത്ത് നോക്കി നിന്നെ പരിഹസിച്ച് പറഞ്ഞവർ, ഹല്ലേലൂയ, ഇന്ന് പകൽ നിന്റെ മുമ്പിൽ മുട്ടുമടക്കുന്ന ചില ദിവസങ്ങളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ നിങ്ങളോട് ശക്തമായിട്ട് ദൂത് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ നന്മകളെ തടഞ്ഞു വെച്ചത് ദൈവം നിനക്ക് തരാൻ പോവുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതോടൊപ്പം നീ കണ്ണുനീർ ഒഴുക്കണ്ട. നീ വചനം അനുസരിച്ചാൽ മതി. ദൈവത്തിന് പ്രമാണം അനുസരിച്ചാൽ മതി. അതിനുവേണ്ടി കേസും വഴക്കും കോടതിയായിട്ടൊന്നും പോകണ്ട. വചനം അനുസരിച്ച് വചനത്തിൽ നിന്നുകൊണ്ട്, പ്രമാണത്തിൽ നിന്നുകൊണ്ട് നിന്റെ സങ്കടം കർത്താവിൻ്റെ കർത്താവ്, എൻ്റെ നന്മകളിലെ ശത്രു കൈയടക്കി വെച്ചിരിക്കുന്നു, എൻ്റെ അനുഗ്രഹങ്ങളിലെ ശത്രു കൈയടക്കി വെച്ചിരിക്കുന്നു, എനിക്ക് ലഭിക്കേണ്ട എല്ലാ നന്മകളും പിശാച് അടക്കി വാഴുകയാണ്. അതിൻ്റെ ദൈവമേ, നിന്റെ നീതി ഒന്ന് വെളിപ്പെടുത്തണമെന്ന് നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ച് അനുസരിച്ചുകൊണ്ട് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ അതിൻ്റെ നടുവിൽ ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. രക്തം ചെയ്യും വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. അതേപോലെ സ്തോത്രം. നമുക്ക് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അബ്രഹാമിൻ്റെ മറ്റൊരു അനുസരണവും നമ്മിൽ ആവശ്യമുള്ളവാക്ക് നമുക്കറിയാം. സ്വന്തം പുത്രനെ, ഏകജാതനായ പുത്രനെ ദൈവം യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ, ഹല്ലേലൂയ, യാതൊരു മറുപടിയും പറയാതെ തൻ്റെ ഏകജാതനായിരിക്കുന്ന പുത്രനെ മോറിയാമലയിൽ ദൈവത്തെ വേണ്ടി യാഗം കഴിക്കുവാൻ ഒരുങ്ങിയ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ അനുസരണമാണ്. ഹല്ലേലൂയ. ദൈവം മനുഷ്യനെ അനുഗ്രഹിച്ചെന്ന് പറയുന്നത്. അത് ദൈവം എന്ത് ചോദിച്ചാലും നീ ചെയ്യാൻ തയ്യാറാണോ? ദൈവം എന്ത് പറഞ്ഞാലും നീ ചെയ്യാൻ തയ്യാറാണോ? ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നീ നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന ദൂതുകൾക്ക് മുമ്പ് നീ അനുസരിക്കാൻ തയ്യാറാണോ? കർത്താവിൻ്റെ പ്രമാണം അനുസരിക്കാൻ തയ്യാറാണോ? ദൈവശബ്ദത്തിന് മുമ്പിൽ നീ മറതിരിക്കാതെ ഒന്ന് താഴ്ത്തി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിനകത്ത് വലിയ മാറ്റങ്ങളെ ദൈവം സൃഷ്ടിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. 2021 നിന്റെ അനുഗ്രഹത്തിൻ്റെ വർഷങ്ങളായി മാറാൻ പോവുകയാണ്. ചില മാസങ്ങൾ മാത്രമാണ് 2021 എന്നുള്ളത്. അതിൻ്റെ നടുവിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിന് അനുഗ്രഹിക്കാൻ വർഷങ്ങൾ വേണ്ട. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങളെ അനുസരിക്കാൻ വർഷങ്ങൾ വേണ്ട. സെക്കൻഡിൻ്റെ ഉള്ളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ സ്വന്തം മകനെ യാഗം കഴിക്കാൻ പറഞ്ഞപ്പോൾ യാതൊന്നും പറയാതെ, ആരുടെ അഭിപ്രായം ചോദിക്കാതെ, ആരോടും ആലോചന ചോദിക്കാതെ, സ്വന്തം ഇഷ്ടം, ഹല്ലേലൂയ, ദൈവത്തിന് മുമ്പിൽ അബ്രഹാം സമർപ്പിച്ചു. അതുകൊണ്ടാണ് ഉൽപ്പത്തി പുസ്തകം 22 അധ്യായം അതിൻ്റെ 17 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, നിന്റെ
ഏകജാതനായി മകനെ തരുവെന്ന് മടി കാണിക്കായിക്കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ എബ്രഹാമിൻ്റെ ഏകജാതനായിരിക്കുന്ന മകനെ തരുവും മടി കാണിക്കായിക്കൊണ്ട് നമ്മുടെ ദൈവം എന്ത് ചെയ്തു? ഐശ്വര്യമായിട്ട് അങ്ങ് അനുഗ്രഹിച്ചു. അതേപടി ദൈവം നിങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുക. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് ഒന്നിച്ച് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരാം. ആമേൻ, സ്തോത്രം. ദൈവം നമ്മെ ഇന്ന് പകൽ അനുഗ്രഹിക്കട്ടെ. നാം ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ആമേൻ ജമ്മു കാശ്മീരിന് വേണ്ടിയിട്ടാണ്. ജമ്മു കാശ്മീർ എന്ന് പറഞ്ഞാൽ വലിയ തീവ്രവാദ പോരാട്ടമുള്ള സ്ഥലമാണ്, വളരെ വെല്ലുവിളിയുള്ള സ്ഥലമാണ്, വളരെ പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്, വളരെ അക്രമം നടക്കുന്ന സ്ഥലമാണ്, വളരെ രക്തച്ചൊരിച്ചിൽ നടക്കുന്ന സ്ഥലമാണ്. ആ ജമ്മു കാശ്മീരിന് വേണ്ടി നമ്മൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുമ്പോൾ അവർ ദൈവകൽപ്പന പ്രമാണിച്ചനുസരിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരുന്നെങ്കിൽ ജമ്മു കാശ്മീരിൻ്റെയും അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കാൻ കാരണമാകും. ഒരു കൂട്ടം ദൈവജനം, ഒരു കൂട്ടം ദൈവമക്കൾ അവർ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്ക് അവർ മറുപടി ദൈവം കൊടുക്കാൻ പോവുകയാണ്. ജമ്മു കാശ്മീരിൻ്റെ അമേ വ്യാപരിക്കുന്ന സകല പൈശാചികശക്തികളും, സകല തീവ്രവാദ ബന്ധനങ്ങളും, സകല പോരുകളും ജമ്മു കാശ്മീരിനെ വിട്ട് ജമ്മു കാശ്മീരിൽ ദൈവ സ്വാതന്ത്ര്യം നൽകുവാൻ അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കാൻ പോവുക, സമാധാനം നൽകാൻ പോവുകയാണ്. വിശ്വസിക്കുന്നത് എന്നോടൊപ്പം ചേർന്ന് ഒന്നിച്ച് ജമ്മു കാശ്മീരിന് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ആ വചനം പറഞ്ഞപ്പോൾ പറഞ്ഞാൽ നിങ്ങൾ ഏത് കഷ്ടത്തിലൂടെ കടന്നു പോയാലും നിങ്ങളെ അനുഗ്രഹിക്കാൻ ദൈവത്തിന് കഴിയും, നിങ്ങളെ നടത്തുവാൻ ദൈവത്തിന് കഴിയും. അതേപോലെ നമ്മൾ ജമ്മു കാശ്മീർ എന്ന് പറയുന്ന ആ സംസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 1,49,99,397 ജനം അവിടെയുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതിനകത്ത് പുരുഷന്മാരുടെ എണ്ണം എന്ന് പറയുന്നത് 79,40,390 സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത് 70,59,007. നമുക്ക് അവിടുത്തെ സ്ത്രീ പുരുഷന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കാം. കൂടാതെ അവിടെ തലമുറകളുണ്ട്, എണ്ണത്തിൽപ്പെടാത്തവരുണ്ട്. ഹല്ലേലൂയ. മറ്റ് രാജ്യങ്ങളൊക്കെ നുഴഞ്ഞു കയറി കിടക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് ജമ്മു കാശ്മീർ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തണമെന്ന്. ഹല്ലേലൂയ. പ്രിയ, അവിടെ 6 ലോകസഭാ മണ്ഡലങ്ങളുണ്ട്, 4 രാജ്യസഭാ സീറ്റുകളുണ്ട്, 76 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. 26/1/1950 ജമ്മു കാശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനം ഉടലെടുക്കുന്നത്. 22 ജില്ലകളുണ്ട്. സ്തോത്രം. തലസ്ഥാന നഗരം എന്ന് പറയുന്നത് സ്തോത്രം ശ്രീനഗർ എന്ന് പറയുന്നതാണ്. അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ ജമ്മു വേനൽക്കാലം, മഞ്ഞുകാലം. ഭാഷകൾ എന്ന് പറയുന്നത് കാശ്മീരി ഭാഷയോട് സംസാരിക്കുന്നു, ദ്രോഗ്രി എന്ന് പറയുന്ന ഭാഷയോട് സംസാരിക്കുന്നു, പഞ്ചാബി, ഉറുദു, പഹാരി എന്ന് പറയുന്ന ഏകദേശം 5ഓളം ഭാഷകൾ അവിടുത്തെ ജനം സംസാരിക്കുന്നുണ്ട്. അവിടുത്തെ സാക്ഷരത നിരക്കെന്ന് പറയുന്നത് 68.74%. അതെ, ജമ്മു കാശ്മീരിനെ നമുക്കിത് പകൽക്കാലം അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരുപാട് ഉറ്റവരും ഉടയവരും ബന്ധുമിത്രാദികളും നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളും ഫ്രണ്ട്സുകളും ഒക്കെ ജമ്മു കാശ്മീരിലുണ്ട്. അല്ലെങ്കിൽ അവരൊരുപാട് കഷ്ടതയിലൂടെ കടന്നു പോകുന്നതാണ്. വളരെ യുദ്ധഭീഷണി നേരിടുന്ന സ്ഥലമാണ്. പഴയപടിയിൽ ഒന്നിച്ചെന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഞാൻ ജമ്മു കാശ്മീരിനെ കുറിച്ച് ചെറിയൊരു വിവരണം പറഞ്ഞോളൂ. ഈ ഒരു ആ ചെറിയ വിവരണത്തിനകത്ത് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. മുഖ്യമന്ത്രിക്ക് വേണ്ടി, ഗവർണർക്ക് വേണ്ടി, പോലീസിന് വേണ്ടി, ജുഡീഷ്യറിക്ക് വേണ്ടി, അവിടുത്തെ ജനത്തിന് വേണ്ടി, കർഷകർക്ക് വേണ്ടി, അവിടുത്തെ ബിസിനസ്സിന് വേണ്ടി, അവിടുത്തെ വിവിധ തൊഴിൽ രംഗത്തായിരിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ചത് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ട് പരിശുദ്ധ നിങ്ങളുടെ തലതികമായി സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഇത് കർത്താവ് ജമ്മു കാശ്മീർ വേണ്ടി പ്രാർത്ഥിക്കുന്നു. 1,49,99,390 സ്ത്രീ പുരുഷന്മാർ നല്ല ഭാര്യ ഭർത്താക്കന്മാരായി, നല്ല മാതാപിതാക്കളായി, നല്ല സഹോദരന്മാരുമായി മാറുവാൻ ജീവിക്കുന്നു. അക്രമങ്ങളും അരാജകത്വങ്ങളും കുടുംബജീവിതം ഛിന്നഭിന്നമായി മദ്യം കൊണ്ട്, മയക്കും, ലഹരി പദാർത്ഥം കൊണ്ട്, കല്ലുയാത്ത വിശ്വാസം കൊണ്ട്, സംശയം കൊണ്ട് തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജമ്മു കാശ്മീരിലുള്ള സകല കുടുംബങ്ങളിൽ കർത്താവ് ദൈവവചനം കൽപ്പന പ്രമാണിക്കുന്നു അനുസരിക്കുന്നതിനുമായി മാറുവാൻ, ദൈവത്താൽ അനുഗ്രഹം പ്രാപിക്കുന്ന കുടുംബങ്ങളായി മാറുവാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തലമുറയ്ക്ക് വേണ്ടി ഈ ലോകത്തിൻ്റെ ചതിമോഹങ്ങൾ അകപ്പെട്ട്, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ അകപ്പെട്ട്, ഈ ലോകത്തിൻ്റെ ഉല്ലാസമങ്ങൾ അകപ്പെട്ട് അവിടുത്തെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകാതെ ദൈവഭയം ഉള്ളവരായി ദൈവകൽപ്പന അനുസരിച്ച് നടക്കുന്ന നല്ല തലമുറകളെ കർത്താവ് ജമ്മു കാശ്മീരിൽ എഴുന്നേൽപ്പിക്കണമേ പ്രാർത്ഥിക്കുന്നു. അവിടെയുള്ള യാചകർക്ക് വേണ്ടി നിരാലംബരും വൃദ്ധനും അശരണരും ഓർത്ത് വൃദ്ധന്മാർക്ക് വൃദ്ധകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വോൾട്ടേജ് റൂമിലായിരിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഓർഫനേജിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ജുവൈനൽ ഹോമിലായിരിക്കുന്നവരെ ഞാൻ ഓർക്കുകയാണ്. ജയിലറയിൽ തടവറയിൽ കിടക്കുന്നവരെയും ഓർക്ക് അവർക്ക് വിടുതൽ കൊടുക്കണമേ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കർത്താവിൽ കഷ്ടപ്പെടുന്ന അനവധി ആളുകളുണ്ട്. അവിടുത്തെ കർഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ എല്ലാ മേഖലയും വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്നവർ, വ്യാപാരികളെ, വിവിധ കമ്പനികളിൽ ഫാക്ടറി ജോലി ചെയ്യുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിൽ അത്ഭുതം ചെയ്യണം. അവിടെ കർഷകരെ അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ കർത്താവ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിക്കായി തന്നോട് കൂടെയുള്ള സകല MLA മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആഭ്യന്തരമന്ത്രിക്ക് വേണ്ടി സെക്രട്ടറിക്ക്, എല്ലാ പോലീസ്
അധികാരികളെയും അവിടെ ജുഡീഷ്യക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അവിടുത്തെ ഗവർണർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്രമസമാധാന പാലകരെ എല്ലാം ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. അതിർത്തികൾ താമസിക്കുന്ന ജനത്തിന് അവിടുത്തെ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യുദ്ധസമാനമായ അനവധി പ്രശ്നങ്ങൾ അവിടെ പലപ്പോഴും നടക്കാറുണ്ട്. നുഴഞ്ഞേറ്റക്കാർ കയാമി കയറാറുണ്ട്. ജമ്മു കാശ്മീരിനെ അപകരിക്കുവാൻ വിടുപെട്ട ജനം തന്ത്രങ്ങൾ മെനയുന്നു. അതിൻ്റെ നടുവിൽ ജമ്മു കാശ്മീർ ദൈവ സാന്നിധ്യം വിടപ്പെട്ടിട്ട് ജമ്മു കാശ്മീർ 4 മേഖലയിൽ കത്താൻ എല്ലാ അതിർത്തികളിലും ദൈവിക ദൂതന്മാരുടെ കാവലിനായി സ്തോത്രം. അവിടെ ഓരോ ഭവനങ്ങളെ അധികാരികളെ ദൈവം സൂക്ഷിക്കണമേ. അവിടുത്തെ ഭരണ സംവിധാനങ്ങളെ ദൈവത്തിൻ്റെ സാന്നിധ്യം വിടപ്പെട്ടിട്ട് ആമീൻ നുഴഞ്ഞുകാറ്റക്കാരെ എല്ലാ ദൈവം നീക്കം ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. ജമ്മു കാശ്മീർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അവിടെ ദൈവിക സമാധാനം നിറയപ്പെടട്ടെ. കർത്താവിൻ്റെ വചനം അനുസരിച്ച് പുറപ്പെട്ട അബ്രഹാമിനെ പോലെ ഒരു കൂട്ടം ജനം ദൈവത്തിനും അനുസരിച്ച് ദിവസം കർത്താവിനെ അനുഗമിച്ച് ആ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങൾ ജമ്മു കാശ്മീരിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രോഗബന്ധനങ്ങൾ മാറി പോകേണ്ട, ശാപങ്ങൾ അടിയിട്ട് ആമീൻ അന്യായ ബന്ധനങ്ങൾ അടിയിട്ട് ദേശത്തിൻ്റെ പൂരുകളിൽ യുദ്ധസമാനമായ എല്ലാ അനുഭവങ്ങളും ആമീൻ ജമ്മു കാശ്മീർ വിട്ട് പുറത്തു വന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ കരങ്ങൾ ഞങ്ങൾ ജമ്മു കാശ്മീർ ഏൽപ്പിക്കുന്ന ലേരിയ. അപ്പോൾ തന്നെ കർത്താവ് ഇന്ത്യയിൽ 29 സംസ്ഥാനങ്ങൾ 7 കേന്ദ്രപ്രദേശങ്ങളിൽ ആമീൻ ദൈവം ഏൽപ്പിച്ച സംസ്ഥാന മുഖ്യമന്ത്രിമാർ, MLA-മാർ, MP-മാർ, ഗവർണർമാർ, കളക്ടർമാർ, ആമീൻ ഡെപ്യൂട്ടി കളക്ടർമാരോട് പ്രാർത്ഥി, വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ഭരണാധികാരികൾ, ജില്ലാ ഭരണ മേധാവികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്ക്, പ്രസിഡന്റ്, ഉപരാഷ്ട്രപതിക്കായി എല്ലാ ഓഫീസ് സ്റ്റാഫുകളോട് പ്രാർത്ഥിക്കണം. പേഴ്സണൽ സ്റ്റാഫ്, പ്രൈവറ്റ് സെക്രട്ടറിമാർ, വിവിധ വകുപ്പ് കൈകാര്യം ചീഫ് സെക്രട്ടറിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിയമ ഉപദേശന്മാരോട് പ്രാർത്ഥിക്കുകയാണ്. IAS, ISF, IPS അദ്ദേഹം തീർക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. കരസേന, വ്യോമസേന, നാവികസേന മേധാവികൾ, അതിർത്തികൾ കാക്കുന്ന BSF-നായി, അതിർത്തി പ്രദേശങ്ങളെ രാജ്യങ്ങളോട് പ്രാർത്ഥിക്കുന്നു. CRPF-നായി പ്രാർത്ഥിക്കുന്നു. ജുഡീഷ്യറി, സുപ്രീം കോടതി, ഹൈക്കോടതി, സെഷൻസ്, മുനിസിപ്പൽ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് കോടതികൾ, ഫോർത്ത് കോടതി, കുടുംബ കോടതിക്കായി CBI അതിവേ കോടതികൾ, എല്ലാ ചീഫ് ജസ്റ്റിസ് അടക്കം ജഡ്ജിമാരെ, അഭിഭാഷക മറ്റൊരു ജനറൽമാരെ കർത്താവ് എല്ലാ കൊടുക്കുന്നത് ജീവനക്കാരി അനുഗ്രഹിക്കണമേ. പ്രതിരോധ വകുപ്പിനായി പ്രാർത്ഥിക്കും. വിദേശകാര്യ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. വിദേശ രാജ്യ അംബാസഡർമാരെ പ്രാർത്ഥിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ, മനുഷ്യാവകാശ കമ്മീഷൻ, വിവിധ വകുപ്പുകൾ കമ്മീഷന്മാരോട് പ്രാർത്ഥിക്കുന്നു. ഇത് കമ്പനികളോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സെക്രട്ടറിമാരോട് പ്രാർത്ഥിക്കുന്നു. ജോലിക്കാരോട് പ്രാർത്ഥിക്കും. വിവിധ ഫാക്ടറികളിൽ ഇത് കരികളിൽ ജോലി ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കും. കർഷകരോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിൽ അത്ഭുതം ചെയ്യണമേ. താപാലങ്ങൾ, ടെലിഫോണിൽ പ്രവർത്തിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ വ്യവസായ വകുപ്പിനായി ടൂറിസത്തിനായി പ്രാർത്ഥിക്കും. കായിക മന്ത്രാലയത്തിൽ പ്രാർത്ഥിക്കുകയാണ്. വാണിജ്യ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. പൊതുജനാത്തിനായി പ്രാർത്ഥിക്കുന്നു. ഇലക്ട്രിസിറ്റി ബോർഡിനായി പ്രാർത്ഥിക്കുകയാണ്. അല്ലേലൂയ. എല്ലാ മേഖലയിൽ അത്ഭുതം ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. കേന്ദ്ര സംസ്ഥാന ആഭ്യന്തര മന്ത്രിക്ക്, ആഭ്യന്തര സെക്രട്ടറി, പോലീസ് അധികാരി, പോലീസ് വിവിധ വകുപ്പുകൾ, ആമികത്ത വിവിധ സേനകളോട് പ്രാർത്ഥിക്കണം. DGP അടക്കമുള്ള എല്ലാവരും അനുഗ്രഹിക്കണമേ. എക്സൈസ് വകുപ്പിനെ, ഫോറസ്റ്റ് വകുപ്പിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്, മോട്ടോർ വകുപ്പിനായി പ്രാർത്ഥിക്കുന്നു. ക്രൈംബ്രാഞ്ച്, CBI, ഇന്റർപോൾ, റോഡ് ഇറങ്ങുന്നതിൽ എല്ലാ രഹസ്യാന്വേഷണ വിഭാഗങ്ങളിൽ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. സാമ്പത്തിക വിദഗ്ധന്മാർ കർത്താവ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആസൂത്രണ ബോർഡ് അധ്യക്ഷന്മാരോട് പ്രാർത്ഥിക്കുന്നു. വിവിധ വകുപ്പുകൾ സെക്രട്ടറിമാരോട് ഓർക്കുകയാണ്. സയന്റിസ്റ്റുകൾ, എഞ്ചിനീയർമാരോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം വലിയ അവിടെ മത, സാമൂഹിക, സാംസ്കാരിക സംഘടന നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭരണപ്രദേശ പാർട്ടികളോട് പ്രാർത്ഥിക്കുകയാണ്. സകല ജനത്തെ ഓർത്ത് പ്രാർത്ഥിച്ച് വലുതും ചെറുതും എല്ലാ വ്യാപാരികളെയും, എല്ലാ എല്ലാ വ്യവസായികളും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കണമേ. വിവിധ മേഖല ജോലി ചെയ്യുന്നവരെ എല്ലാം അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കും. രോഗികളെ ദൈവം സൗഖ്യമാക്കണം. കൊറോണ കർത്താവ് വിടിവിക്കണമേ. വിവിധ മാരകമായ രോഗത്തിൽ ഭാരപ്പെടുന്നവർ, ജമേലിയ, ഡയാലിസിസ്, കീപ്പ് ചെയ്യുന്നവർ, സർജറി ചെയ്യുന്ന ക്യാൻസർ രോഗികൾ, അവർക്കുള്ള സൗഖ്യം പ്രാപിപ്പാൻ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. ജമ്മുകാശ്മീർ സമാധാനത്തിലേക്ക് മടങ്ങി വരട്ടെ. അല്ലെങ്കിൽ ദൈവത്തിന് സ്തോത്രം, ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ലോക രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ വലിയ സമാധാനം വഹിക്കുവാൻ 138 കോടിയിലധികം ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. തലമുറ എണ്ണത്തിൽ പ്രാർത്ഥന എല്ലാ ദൈവമേ എൻ്റെ ജഗത്താൻ ഭാരതത്തിൽ വിടിവിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവ് സ്തോത്രം എല്ലാ വഴിയൊരു കച്ചവടക്കാരിയോട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് കരയിൽ കടലും ആകാശമാർക്ക് വാഹനം ഓടിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും സൂക്ഷിക്കുന്നതായി വാഹന നിർമ്മാതാക്കൾ, വിൽപ്പനക്കാർ, സെയിൽസ് ചെയ്യുന്നവരോട് പ്രാർത്ഥിക്കുന്നു. എയർപോർട്ട് ജീവനക്കാർക്കായി കസ്റ്റംസ് ഓഫീസർമാർ കർത്താവ് കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവ് എല്ലാ എയർപോർട്ട് ജീവനക്കാരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. എല്ലാ എയർഹോസ്റ്റോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിൽ അത്ഭുതം ചെയ്യണമേ. ഇതിൻ്റെ അവസാനം ആരോഗ്യ മേഖലയ്ക്ക് ഡോക്ടർമാർ, നഴ്സുമാർ, മെഡിസിൻ ഭാഗത്തിലായിരിക്കും എല്ലാവരും അനുഗ്രഹിക്കണമായി പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങൾ 7 വൻകരയിൽ അമേരിക്ക, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്യൻ, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയൻ രാജ്യങ്ങൾക്കായി, അന്റാർട്ടിക് രാജ്യങ്ങൾക്കായി 800 കോടി തലമുറ എണ്ണത്തിൽ പെടാത്തവർ, വിദേശ രാജ്യങ്ങളിൽ രാഷ്ട്രതലവർ, രാജകുമാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ ഭരിക്കുന്ന, ദ്വീപുകളെ ഭരിക്കുന്നവർ, വിദേശ പൗരന്മാർ, വിദേശ ജോലി ചെയ്യുന്നവർ, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, വിദേശ താമസമാക്കിയവർക്കായി, അല്ലെങ്കിൽ വിദേശത്ത് വിവിധ കമ്പനികൾ, ഫാക്ടറി നടത്തുന്നവരോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിദേശ രാജ്യങ്ങളിലെ മിഷന്മാരോട് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യയിലെ എല്ലാ മിഷന്മാരോട് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിൽ ദൈവം സമാധാനം വഹിക്കണമേ. കർത്താവ് ഈ സ്തോത്രം പത്രപ്രവർത്തകരായി പ്രാർത്ഥിക്കും. സോഷ്യൽ മീഡിയയോട് പ്രാർത്ഥിക്കുന്നു. വിവിധ ചാരിറ്റി വർക്ക് ചെയ്യുന്നവർക്കായി, സാമൂഹിക വർക്ക് ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലയിൽ ദൈവത്തെ കരം പ്രവർത്തിക്കണമേ. ഇതുപോലെ കർത്താവ് ഞങ്ങളുടെ സമാധാനം ഞങ്ങളുടെ കേരളത്തിലുണ്ടാകണം, ഭാരതത്തിലുണ്ടാകണം, വലിയ ലോകരാജ്യങ്ങളുണ്ടാകണം. കാശ്മീർ വലിയ ദൈവ സമാധാനം വഹിക്കണമേ. ഒരു തീവ്രവാദി പോലും അവിടെ രക്തച്ചൊരിച്ചുണ്ടാക്കുവാനോ ആക്രമണം അഴിച്ചുകൊണ്ടേക്കാതെ അവിടെ കത്താൻ തീരാമേ കത്താൻ ജമ്മു കാശ്മീർ സമാധാനം വഹിക്കണമേ. അവിടെ കാവൽ ചെയ്യുന്ന എല്ലാ സൈന്യത്തെ ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്ന എല്ലാ ജനത്തെ
ഏൽപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കേരളത്തിന് ഒരിക്കൽ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞിട്ടുണ്ടായ വലിയ ദുരന്തം മുഖാന്തരം അനേക ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ വീട് നഷ്ടപ്പെട്ട, കർത്താവിൻ്റെ സമ്പത്തുകൾ നഷ്ടപ്പെട്ട, ആടുമാടുകൾ അവിടെ കൃഷികളെല്ലാം നഷ്ടപ്പെട്ട്, വീട് നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ വളരെ പ്രയാസം കടന്നു പോകുന്നു. അവരെ സൂക്ഷിക്കും, പരിപാലിക്കണമേ. ഇതുകൊണ്ട് പലയിടത്തും മഴയുണ്ടെന്ന് പറഞ്ഞിട്ട് കർത്താവ് മഴയുള്ള ആളില്ല മാറിപ്പോകാൻ പ്രകൃതിക്ക് അനുകൂലമായി തിരുവൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡിന് വേണ്ടി പ്രാർത്ഥന മേഘസ്ഫോടനം മുഖാന്തരം വലിയ ജലപ്രളയം ഉത്തരാഖണ്ഡിൽ സംഭവിക്കുന്നു. കർത്താവ് ഉത്തരാഖണ്ഡിനെ ദൈവം നീതി വെളിപ്പെടണമേ. ആ ദേശത്തിന് സൗഖ്യം കൊടുക്കണമേ. അവിടുത്തെ കർത്താവ് പ്രകൃതി ദൈവം ഇടപെടണമേ. പ്രാർത്ഥിക്കുകയാണ്. എല്ലാ മേഖലയും ദൈവ സാന്നിധ്യം വഹിക്കണം. ഇതുപോലെ സകല മഹത്വം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്.